അപ്പൊ നമ്മള് ഇന്ന് ചെറിയ ഷോപ്പിങ്ങിന് പോവാണ്. നമ്മൾ ഫൈനൽ റൗണ്ട് ഷോപ്പിംഗ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾ അടുത്ത സൺഡേ ആണ് നാട്ടിലേക്ക് പോകുന്നത്. അപ്പൊ നാട്ടിൽ പോകുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഷോപ്പിങ്ങുകളാണ്. കുഞ്ഞു കുഞ്ഞു ഷോപ്പിംഗ് നമ്മൾ നേരത്തെ തുടങ്ങിയായിരുന്നു. ഒരു മന്തിനാണ് ഇന്ത്യയിലേക്ക് പോകുന്നത്. പക്ഷെ 2-3 മന്ത് കഴിഞ്ഞല്ലോ ഇന്ത്യയിലേക്ക് പോകാനായിട്ട് ഷോപ്പിംഗ് തുടങ്ങിയിട്ട്. അത് ശരിയാ, കുഞ്ഞു കുഞ്ഞു ഷോപ്പിംഗ് ആട്ടോ, വലിയതായിട്ടൊന്നുമില്ല. നമ്മൾ സമയം കിട്ടുമ്പോൾ ചെറുതായിട്ടൊക്കെ ഓരോന്ന് വാങ്ങി വെക്കുന്നു. അതാണ് ഏതം പറഞ്ഞത്, ഒരു മാസത്തേനാണ് നമ്മൾ നാട്ടിൽ പോകുന്നത്. പക്ഷെ 2-3 മന്ത് ആയിരുന്ന ഷോപ്പിംഗ് തുടങ്ങിയിട്ട് ഇന്ത്യയിലേക്ക് പോകാനായിട്ടുള്ള. കേൾക്കുന്നവർ വിചാരിക്കും എൻ്റെ ഏതം കുട്ടാ ഭയങ്കര ഷോപ്പിംഗ് ആണ്. അങ്ങനെ ഷോപ്പിംഗ് അല്ല, സാറ്റർഡേ മാത്രമേ പോകുന്നു. ഇവര് സാറ്റർഡേ ആണ് നമ്മൾ ഷോപ്പിംഗ് ചെയ്യുന്നത് അല്ലേ. നമുക്ക് സാറ്റർഡേ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. പപ്പച്ചിക്ക് അന്ന് മാത്രമേ ലീവ് ഉള്ളത് കാരണം. ഇസൂട്ടിനെ കാണുന്നില്ലല്ലോ, അവിടെ ഉണ്ടോ? എന്തൊക്കെയാ എടുത്തോണ്ട് വന്നേക്കുന്ന കയ്യില്? ഏതാ കുട്ടാ? പിന്നെ നമ്മളിപ്പൊ എങ്ങോട്ടാ പോന്നെ? നമ്മളെങ്ങോട്ടാ പോന്നെ? ഫിഷ് മാർക്കറ്റിലേക്ക് അല്ലേ. എല്ലാരും കാണാനൊരു കൊതിയായിട്ടുണ്ടല്ലേ. 1.5 വർഷമായി നമ്മൾ വന്നിട്ട്. അച്ഛ അതിനും കൂടുതലായി അല്ലേ. 2 വർഷമായി. നവംബർ കഴിഞ്ഞപ്പോ. അതെ, 2 വർഷം കഴിഞ്ഞു. അന്ന് 2022 നവംബറിൽ ഏതെങ്കിലും യുവക്കുട്ടിയുടെയും ബർത്ത്ഡേക്ക് വന്നതാ അച്ഛ അല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ 23 ആയപ്പോ നമ്മൾ ഇങ്ങോട്ട് വന്നു. ചുട്ടീന്റെ ബർത്ത്ഡേ കഴിഞ്ഞപ്പോ നമ്മൾ ഇങ്ങോട്ട് വന്നു. അപ്പൊ ഇന്നലെ എന്റെ ബർത്ത്ഡേ ഇല്ലായിരുന്നോ? അത് പറഞ്ഞപ്പോഴും ഓർത്തെ. ഇന്നലെയായിരുന്നു എന്റെ ബർത്ത്ഡേ. നമ്മൾ ചെറുതായിട്ട് കേക്ക് ഒക്കെ കട്ട് ചെയ്തു. അങ്ങനെയല്ല, വലിയ സെലിബ്രേഷൻ ഒന്നും ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നേ. ചെയിൻ ചിക്കൻ വാങ്ങിച്ചു നമ്മളല്ലേ ഇന്നലെ രാത്രിയില്. പിന്നെ പായസം. ഡേ ആണെന്ന് വിചാരിക്കുവോ? എന്നാ ഡിസംബർ 1 എന്റെ ബർത്ത്ഡേ. അപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ. എന്റെ പുറകിൽ ഒരു കുഞ്ഞി തല കാണുന്നുണ്ടല്ലോ, അതാരുടെയാ? ഒരു കുഞ്ഞ് പെണ്ണ്, ചക്കരമുത്ത്. ഇതേ ഇവക്കുട്ടിയുടെ തലയിൽ ഒരു റാബിറ്റ് ഇരിക്കുന്നു, 2 ചെവിയൊക്കെ ആയിട്ട്. ഏതുട്ടാ? ഏതുട്ടിന്റെ മുടിയൊന്നും ഇപ്രാവശ്യം ഭയങ്കര ഫാഷനാണല്ലോ. നാട്ടിൽ പോകുന്നോണ്ടാണോ ഒരു വരയൊക്കെ ഇട്ട് മുറിച്ചേക്കുന്നേ? ഓരോ ആൾക്കാരുടെ തലവര. സ്കൂളില്ലാത്തോണ്ട് കുഴപ്പമില്ല, ഒരു വരയൊക്കെ ഇടാം. അടുത്ത സ്കൂൾ തുറക്കുമ്പോഴത്തേന് വരയൊക്കെ മാറി വന്നു. നമ്മള് ഏകദേശം ഫിഷ് മാർക്കറ്റിന്റെ അടുത്ത് എത്താനായി. ഫിഷ് മാർക്കറ്റില് കുറെ ഷോപ്പുകളുണ്ട്, ഒരു ലുലു ഉണ്ട്. അപ്പൊ നമുക്ക് അവിടുന്ന് കുറച്ച് ഷോപ്പിംഗ് ചെയ്യാം അല്ലേ. ഫിഷ് മേടിക്കാൻ അല്ല ഫിഷ് മാർക്കറ്റിൽ പോകുന്നത്. നമ്മളിപ്പോ ഈ ആഴ്ച ഫുള്ള് വീട്ടിലെ സ്റ്റോക്ക് ക്ലിയറൻസ് ആയതുകൊണ്ട് എല്ലാ സാധനങ്ങളും തീർത്തോണ്ടിരിക്കുക. പ്രാർത്ഥിച്ചോ? എന്താ പറഞ്ഞേ ഈശോപ്പയോട്? ഈശോപ്പ എനിക്ക് മുട്ടായി തരണേ. ഈശോപ്പ എനിക്ക് മുട്ടായി ഏതെങ്കിലും പ്രാർത്ഥിച്ചതായിരിക്കും മിക്കവാറും. അല്ല, ഈശോക്കുട്ടി പ്രാർത്ഥിച്ചായിരിക്കും. ആണോ? കൊറേ കളറുള്ള ഫ്ലവേഴ്സ് ഉണ്ടല്ലോ അല്ലേ. ചേട്ടായി പറയാ ഞാൻ മങ്കിയാണ്. ഞാൻ പറഞ്ഞു ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. കാരണം ഞാൻ മങ്കിയാണെങ്കിൽ ഏതെങ്കിലും എല്ലാം മങ്കിയാണല്ലോ. അതല്ല, അധികം മങ്കിയാക്കാൻ ഇഷ്ടം. ഞാൻ മങ്കിയാണ് ഏതെക്കുട്ട അല്ല. ചായച്ചി ബുദ്ധിയില്ലാത്തവൻ, ഞാനാ അതിന്റെ ഓപ്പോസിറ്റ്. This one to make more soft. 5 years it not remove video. Then you apply cream, foot cream. Very, very nice. Every day you take a little bit after you do. Then you wash socks. Too much good. If you want this together, very nice for you. No need this one. No need. Why no need? Scrub. I have. Scrub. ഇതും ഉള്ളത് ദേര വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ. ഫിഷ് മാർക്കറ്റ് അങ്ങോട്ട് കിടക്കുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നിട്ട് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റിൻ്റെ അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് ഈ ഷോപ്പുകളൊക്കെ ഉള്ളത്. അടുത്തതിന് ഡേറ്റ്സ് മേടിക്കാൻ വേണ്ടി പോവാണ്. 80.
താങ്ക് യു. Welcome, my dear. She don't finish the 100. See you. ബൈ 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 ബൈ. സീ യു. ഷോപ്പ് ചെയ്ത് ക്ഷീണിച്ച് കരിക്കും വെള്ളം കുടിക്കുവാണേ. പക്ഷേ ഇതിന് മധുരമില്ല. ഡേറ്റ്സ് വാങ്ങാൻ വേണ്ടി നമ്മൾ ഡേറ്റ് ഷോപ്പിന് മുന്നിലെത്തിയതിൻ്റെ അതാണ് ഡേറ്റ് ഷോപ്പ്. അവിടെ എത്തിയപ്പോൾ എല്ലാവർക്കും ഭയങ്കര ക്ഷീണം. എന്നാൽ ദാഹം മാറാൻ വേണ്ടി കരിക്ക് മേടിക്കാൻ നോക്കുന്നുണ്ട്. കരിക്ക് മേടിച്ച് വെള്ളമെല്ലാം കുടിച്ചു. അതിന് ശേഷം ഇപ്പോൾ കരിക്ക് ഇതെൻ്റെ പൊട്ടിച്ച് കൊണ്ടുവന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിള്ളേർക്കൊന്നും ഇഷ്ടമല്ല. ഞങ്ങൾ രണ്ടും കൂടെ കഴിക്കുമായിരുന്നു അല്ലേ. എന്നാൽ അച്ചയ്ക്ക് ഒരു പീസ് വെച്ചിട്ടുണ്ട്, ഞാനും ഒരെണ്ണം കഴിക്കാം. മധുരം ഇച്ചിരി കുറവായിരുന്നു കരിക്കും വെള്ളത്തിന്, പക്ഷെ ഇത് കഴിക്കാൻ നല്ലതാ. ചുറ്റി വേണോ? വേണ്ട വേണ്ട, അമ്മ കഴിച്ചോ. ഇവർക്കൊന്നും ഇഷ്ടമല്ല കരിക്ക് തന്നെ. നമ്മളാണ് പണ്ടൊക്കെ വീട്ടിൽ തേങ്ങ പറിക്കാൻ ആള് വരുന്ന സമയത്ത് രണ്ടുമൂന്ന് കരിക്കിടണേ എന്ന് ചോദിച്ചുകൊണ്ട് നടക്കൂലായിരുന്നോ? ഇവർക്ക് കരിക്കൊന്നും വലിയ ഇഷ്ടമില്ല. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് പോകാം മക്കളെ. സൈഡ്